കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് കേരളത്തിന്റെ പുറംകടലുകളിൽ 2 വലിയ കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് ശരിക്കും നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമല്ലേ? 2025 മെയ് 25ഓടെയാണ് ആദ്യ കപ്പൽ മറിയുന്നത്. അതിലുണ്ടായിരുന്ന 24 പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും അതിലുണ്ടായിരുന്ന ഓയിൽ, പ്ലാസ്റ്റിക്, മറ്റ് ചരക്കുകളെല്ലാം കടലിൽ വലിയ പ്രകൃതി നാശമാണ് ഉണ്ടാക്കിയത്. മത്സ്യത്തൊഴിലാളികൾക്കും കടൽ തീരത്ത് താമസിക്കുന്നവർക്കും ഇതൊരു വലിയ പ്രത്യാഘാതമായിരുന്നു. അതിന്റെ പ്രത്യാഘാതം തീരുന്നതിന് മുമ്പ് അടുത്ത കപ്പലിനെ തീപിടിച്ചിരിക്കുന്നു. തീപിടുത്തത്തിൽ 18 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ബാക്കി 4 പേര് എവിടെയാണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീപിടുത്തത്തോടനുബന്ധിച്ച് 40ഓളം കണ്ടെയ്നറുകളാണ് കടലിൽ വീണേക്കുന്നതെന്നാണ് റിപ്പോർട്ടുള്ളത്. ഇതുമൂലമുണ്ടാകുന്ന രാസവസ്തുക്കൾ കടലിലെ ജീവികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും എന്ന് വേണ്ട മനുഷ്യർക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ദുരിതത്തിന് ശേഷമുള്ള ജാഗ്രത മതിയാവുകയില്ല. സുരക്ഷിതമായ കടൽ ഗതാഗതവും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ചട്ടങ്ങളും കർശനങ്ങളുമാണ് ചെയ്യേണ്ടത്. ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ കേരളത്തിൽ വന്ന ഈ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് ഇതുപോലെ അപകടങ്ങൾ വരുന്നത് ശരിയാണോ?